എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ YRS യൂണിവേഴ്സിലെ പുതിയ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള ആൽഫ എന്ന് പറഞ്ഞ പടം കണ്ടു. ഞാൻ സത്യം പറഞ്ഞ ഒരു ബോംബ് പടം പ്രതീക്ഷയാണ് പോയത്. പക്ഷേ എനിക്കിത് ഡീസൻറ്റ് വാച്ചിന് മേലെ നിൽക്കുന്നതായിട്ട് തോന്നി. കോർ പരിപാടി ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ആ കഥ പോകുന്ന രീതി, അതിൻ്റെ എക്സിക്യൂഷൻ, എല്ലാത്തിലും ഒരു ഫ്രഷ്നെസ് എനിക്ക് തോന്നി. കമ്മിങ് ടു ക്യാരക്ടേഴ്സിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആലിയ ഭട്ട് ആൻഡ് ദ സെക്കൻഡ് ഹീറോയിൻ ഷർവാരി, ഏതാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ, കറക്റ്റ് മീ ഇറ്റ് ഈസ് റോങ്. ലൈക്ക് രണ്ടുപേരും കൊള്ളാം, ആക്ഷൻ വൈസ് കൊള്ളാം. എസ്പെഷ്യലി ആലിയ ഭട്ട് ലൈക്ക് കൊള്ളാം. ലൈക്ക് എന്ന് പറഞ്ഞാൽ കത്രീന കൈഫിനും ദീപിക പടുകോണിന് ശേഷം ആക്ഷൻ നല്ല രീതിയിൽ വഴങ്ങുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുമാത്രമല്ല പുള്ളിക്കാരിയുടെ കരിയറിൽ എനിക്ക് തോന്നുന്ന ഒരു ഇത്രയും ഒരു കിടിലം ഇൻട്രോ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. സോ കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിലുള്ള ആ ഒരു സ്പൈ യൂണിവേഴ്സ് പരിപാടി വെച്ച് നോക്കുമ്പോൾ ഇതിലെനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ ആയിട്ട് എന്തുവാ ലൈക്ക് പരസ്യങ്ങളുടെ പരിപാടിയൊക്കെ ഉണ്ട്. കാൽവിൻ ക്ലൈൻ ഉണ്ട്, പിന്നെ നമ്മളെ എക്സ്പൾസ് ഉണ്ട്. അങ്ങനെ കുറേ പരസ്യങ്ങൾ വെച്ചുള്ള പരിപാടികളൊക്കെ അവിടെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ സീരിയലിലൊക്കെ വെട്ടി വയ്ക്കൂലേ, അത് കണക്കിന്. പിന്നെ എനിക്കിതിൽ എന്തുവാ അനാവശ്യമായിട്ട് തോന്നിയെന്ന് പറയുന്നത്, ലൈക്ക് ഓഫ് കോഴ്സ് ഒരു ദൈവം സഹായിച്ച് ഒരൊറ്റ പാട്ട് മാത്രമേ പടത്തിലുള്ളൂ. എന്ന് വെച്ചാൽ അവസാനം തീരാൻ നേരത്തെ ഒരെണ്ണം അത് സ്ഥിരം പരിപാടിയാണ്. അതല്ലാതെ തന്നെ പടത്തിനകത്ത് ഒരെണ്ണേ ഉള്ളൂ. അത് പക്ഷേ വേണ്ട എന്നെനിക്ക് തോന്നിയിരുന്നു. വെട്ടിക്കളയാമായിരുന്നു, അല്ലെങ്കിൽ അതൊന്ന് ഒരു BGM കൊടുത്തതങ്ങ് സീൻസിനെ എങ്ങനെ കാണിക്കണമെങ്കിൽ അങ്ങനെ ഒതുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അല്ലാതെ വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ. പിന്നെ കമ്മിങ് ടു നമ്മുടെ ടിപ്പിക്കൽ സാധനം, ബിക്കിനി ഷോട്ട് ഇല്ലാതെ എന്തോന്ന് സ്പൈ യൂണിവേഴ്സ്, അതാണല്ലോ അതിൻ്റെ അഭിവാജ്യ ഘടകം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാമിയ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ട്രെയിലറിൽ തന്നെ ആ ഒരു കണ്ട് മനസ്സിലാക്കിയവർക്കറിയാം അതാരാണ് എന്നുള്ളത്. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് ചവിട്ടിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടോ. അതെ, ഋത്തിക് റോഷനാണ്. കിടിലം എന്ന് വെച്ചാൽ എനിക്ക് വാർ 2-ൽ ആ ഒരു ഇൻട്രോ വന്നപ്പോൾ പോലെ എനിക്ക് ഇത്ര ഒരു ഹൈ കിട്ടിയിട്ടില്ല. വാർ ഫസ്റ്റ് കിടിലായിരുന്നു, കിക്കാസ് സാധനമായിരുന്നു. സെക്കൻഡ് വന്നപ്പം കൊണ. പക്ഷേ ഇവിടെ ആ ഒരൊറ്റ സീന് കൊണ്ടുവച്ച് കിട്ടില്ല ഇമ്പാക്റ്റ്. സോ അതെനിക്ക് നല്ല രീതിയിൽ വർക്കായി. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ബോബി ഡിയോളിൻ്റെ ഒരു DAGing പരിപാടിയുണ്ട്, കിടിലോടെ. അത് ആക്ച്വലി പല ഷോട്ടുകളാണ്, പക്ഷേ നല്ല വൃത്തിക്ക് അത് എടുത്തു വച്ചിട്ടുണ്ട്. കഥയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ മറ്റേ ജോൺ അബ്രഹാമിൻ്റെ അറ്റാക്ക് അറിയാമല്ലോ, അറ്റാക്ക് പാർട്ട് 1, അതിലൊക്കെ അവിടുന്നൊക്കെ എടുത്ത പോലത്തെ ഒരു കഥയാണെങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് ഉള്ള. അതുകൊണ്ട് തന്നെ പ്രീവിയസ് വാർ 2-ഉം ടൈഗർ 3-നെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഫാർ ബെറ്റർ. പിന്നെ അത് ഒറിജിൻ സ്റ്റോറിയാണ്. ഇതിൻ്റെ കഥ വന്നിട്ട് ഉദയ് ചോപ്രയാണ്. അതായത് നമ്മളെ ധൂം സീരീസിൽ അഭിഷേക് ബച്ചൻ്റെ കൂടെ നടക്കൂലേ, അലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലയിൽ കെട്ടി ആ ഒരു പുള്ളിക്കാരൻ. സോ ഇതൊക്കെയാണ് പടത്തിനെ പറ്റിയിട്ട് പിന്നെ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ആക്ഷനും കൊള്ളാം, മ്യൂസിക്കും കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, രണ്ടും ഒരു മെനയുണ്ട് കേൾക്കാനൊക്കെ. സോ അത്രേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് പറയാനായിട്ട്. പിന്നെ ബാക്കി എന്തായാലും വരട്ടെ. പിന്നെ ക്രെഡിറ്റ് സീൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി പോകുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കരുത്. ഒരു പാട്ട് മാത്രമേ ഉള്ളൂ, അല്ല ക്രെഡിറ്റ് സീനൊന്നുമില്ല, ഇരുന്ന് തിരഞ്ഞതായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ആൽഫ. അപ്പം മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.